ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി വാഗനർ, പഴയ മോഡൽ വാഗനർ കേട്ടോ. കസ്റ്റമർ കംപ്ലയിൻറ്റ് തന്നെ വെച്ചാൽ ഓയിൽ ലീക്ക് അതായത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഓയിൽ ലീക്ക് ചെക്ക് ചെയ്ത് ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് അപ്പോൾ മിനിമത്തിനടുത്ത ഓയിൽ ലീക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഓയിൽ ലീക്ക് കണ്ടത് ക്യാംസീലുണ്ടല്ലോ, ആ ഭാഗത്ത് കൂടെ ഓയിൽ ഇറങ്ങിയിട്ടുണ്ടോ. ഈ ഭാഗത്ത് കൂടെ ഓയിൽ ഇറങ്ങിന് ക്യാംസീൽ പോയിട്ട് അതിൻ്റെ ഭാഗത്ത് കൂടെ ഓയിൽ ഇറങ്ങിയിട്ട് അത് ലീക്കായി പോയതാണ്ടോ ഓയിൽ ലീക്കിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യാംസീലും മാറണം, ക്രാങ്ക് മാറണം. ഏതാ ക്രാങ്കും ക്യാമൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്, സീല് കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് സീല്, ഇത് ക്യാംസീല്. ഈ ക്യാംസീല് ഇനി ഇത് മാറണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്രാങ്കിൻ്റെ സീല്, അപ്പോൾ രണ്ടും മാറണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് ടെൻഷനർ മാറണം കേട്ടോ. അപ്പോൾ അത് മാറണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത് 15 വർഷമായിട്ട് ഈ വണ്ടി 15 വർഷമായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഇത് 10 വർഷം കഴിഞ്ഞാൽ മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ 1,00,000 കിലോമീറ്റർ ആണ് സമയത്ത് ടൈമിംഗ് ബെൽറ്റും ടെൻഷനറും കൂടെ മാറണം കേട്ടോ. വാട്ടർ പമ്പ് ഇതിൻ്റെ കൂടെ മാറില്ല, കസ്റ്റമർ മാറേണ്ട പറഞ്ഞു, എമൗണ്ടും കാര്യങ്ങളില്ല പറഞ്ഞു. ശരിക്കും ഇതിൻ്റെ കൂടെ വാട്ടർ പമ്പ് മാറും കേട്ടോ. നമ്മളിത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ ഓടി കുറച്ച് കഴിഞ്ഞാൽ വാട്ടർ പമ്പ് ലീക്ക് ആയി കഴിഞ്ഞാൽ ഈ പണി പിന്നെ രണ്ടാമത് പിന്നെ എടുക്കണ്ടോ. ഈ ടൈമിങ്ങും കാര്യങ്ങളും അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പമ്പ് മാറാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ വാട്ടർ പമ്പ് മാറണം. അപ്പോൾ കസ്റ്റമർ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് വാട്ടർ പമ്പ് മാറുന്നില്ല. ടൈം ബെൽറ്റ്, ടെൻഷനർ, ക്യാംസീല്, ക്രാങ്ക് സീല്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാറുന്നത് കേട്ടോ. അപ്പോൾ 1,00,000 കിലോമീറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 വർഷമോ അല്ലെങ്കിൽ 15 വർഷം ആയിക്കഴിഞ്ഞാൽ എന്തായാലും പറഞ്ഞ സംഭവങ്ങൾ മാറണം. കിലോമീറ്റർ ഓടി നോക്കണ്ട. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ടൈം ബെൽറ്റ് കണ്ടോ പാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 60,000 കിലോമീറ്റർ ഓടി വിചാരിക്കേണ്ട, 1,00,000 കിലോമീറ്റർ ആയിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. അത് ഏകദേശം 15 വർഷമായിട്ടുണ്ടോ, 2009 മോഡൽ വണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും മാറണം. കിലോമീറ്റർ നോക്കേണ്ട ആവശ്യമില്ല, ഒന്നെങ്കിൽ ഇയർ അല്ലാന്നുണ്ടെങ്കിൽ കിലോമീറ്റർ മസ്റ്റായിട്ട് മാറണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വഴിയിൽ പൊട്ടി കിടക്കേണ്ടി വരും. അപ്പോൾ അഡ്വാൻസായിട്ട് മാറി കൊടുക്കുക. അത് ഏതൊരു വണ്ടിയായാലും കേട്ടോ. ടൈം ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിൽ 1,00,000 കിലോമീറ്റർ മാറും കേട്ടോ. ഏത് വണ്ടിയായാലും 1,00,000 കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ മാറുക. അല്ലാന്നുണ്ടെങ്കിൽ 10 വർഷം അല്ലാന്നുണ്ടെങ്കിൽ വഴി കിടക്കും കേട്ടോ. അപ്പോൾ ഈ വണ്ടിയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വലിയ സീനില്ല. പക്ഷേ പുതിയ വണ്ടിയൊക്കെ ടൈം ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ക്രാങ്ക് സീലും കൂടി മാറണം. അത് ചൂടായി ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി മാറിയാൽ ബെറ്റർ.